Hello friends, welcome back to our channel My Cooking Stories. ഇന്ന് എന്നത്തേലും വ്യത്യാസമായിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാനുള്ള ഡിഷ് എന്ന് പറയുന്നത് മട്ടൻ വരട്ടിയതാണ്. ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ പണ്ട് ഞങ്ങൾ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ താമസിക്കുന്നത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ഇത്, മട്ടൻ വരട്ടിയത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം കുറച്ച് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കിന്നൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ഇട്ടപ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി മുളകാണ് ഇട്ടത്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഈ അളവെന്ന് പറയുന്നത് ഞാനിപ്പോൾ മട്ടൻ ഇവിടെ എടുത്തിരിക്കുന്ന 3/4 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലുള്ളതോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇതിങ്ങനെ നിർത്താതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇതെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആ ചൂടിൽ കിടന്ന് തന്നെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു കുക്കർ എടുക്കുക. നമ്മൾ മട്ടൻ വേവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, അതാണ്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി, ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ഇടാനുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചതച്ചതാണിത്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ഈ മട്ടൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ ആകുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അത് മട്ടൻ ശരിക്കും 3-4 വിസിൽ മതി കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അത് ബീഫിൻ്റെ ഒരു ഓർമ്മ വെച്ച് പറഞ്ഞാണ് 5-6 വിസിൽ എന്നുള്ളത്. ശരിക്കും 3-4 വിസിൽ മതി. അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് നമ്മളൊരു പാൻ എടുത്ത് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്,
ഇവിടെ തണുപ്പായതാണ് വെളിച്ചെണ്ണ കട്ടായിട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത്, ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് ഒരു 2 സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി മട്ടണിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3-4 ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ബേർഡ്സ് ഐ എന്ന് പറഞ്ഞ ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു റെഡ് കളറിലാണ് ഇരിക്കുന്നത്. നമ്മൾ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചുമന്ന മുളക്, ഉണക്കമുളക്, പിന്നെ കുറച്ച് വേപ്പില ഇതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേർഡ്സ് ഐ ചില്ലി എന്ന് പറഞ്ഞത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളകാണ്. ഇവിടെ ഓസ്ട്രേലിയയിലും ഇവിടെ പൊതുവേ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് മുളകാണ്. പച്ചമുളക് അങ്ങനെ കിട്ടുന്ന കുറവാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുണ്ടായതാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് ചെറിയ രീതിയിൽ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തക്കാളി, വെണ്ടയ്ക്ക, അതുപോലെ വേപ്പില, പച്ചമുളക്, പിന്നെ നാട്ടിലെ കാന്താരി മുളക്, അങ്ങനെയുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് ചേർക്കേണ്ടത് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ ഇവിടെ വിസിലൊക്കെ അടിച്ച് റെഡി ആയിരിപ്പുണ്ട്. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതിരിക്കുന്നത്. മട്ടനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ആ വഴറ്റിയ സവോളയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ വഴറ്റിയ സവോളയുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് ഈ ഗ്രേവിയൊക്കെ നല്ല തിക്ക്, അതായത് നല്ല ഒരു മെഴുക് പോലെ ആവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മട്ടൻ വരട്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി. മറ്റേ നമ്മുടെ ചാറ് പോലെ ഇരുന്ന വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നല്ല കുറുകുറാന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ വരട്ടിയത്. ഇപ്പോൾ നമ്മുടെ മട്ടൻ വരട്ടിയത് നമുക്കൊരു പ്ലേറ്റ്, സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.